അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള കാളനാണ് കാണിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കാളൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. കാളൻ ഉണ്ടാക്കിയെടുക്കുക ചേനയും പച്ചക്കായും വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേന ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതേ സൈസിൽ ഒരു പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് മതിയാകും. കാളെന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ കളറിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ മുളക് പൊടി ഒരിത്തിരി മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആ ഒരു പച്ചക്കായയും ചേനയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പച്ചക്കറികൾ വേവാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് നല്ല ജീരകവും, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ കുമിൻ സീഡ്, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഈ ഒരു തേങ്ങ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചേനയും പച്ചക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ചേന വേവാനാണ് കുറച്ച് ടൈം എടുക്കുക. ചേന വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പച്ചക്കായും ഒപ്പം തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കുക. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഒരിത്തിരി വെള്ളം, കൂടിപ്പോകേണ്ടതില്ല, ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് കറക്കിയിട്ട് അതും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു പച്ചക്കറിയിൽ മാത്രമാണല്ലോ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്താൽ വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ഒന്നങ്ങ് മിക്സിയിൽ കറക്കിയിട്ട് ലൂസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ തൈര് എടുക്കുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ടേ, ഒരു മീഡിയം പുളിപ്പുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ആ ഒരു പച്ചക്കറികൾ ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടൊന്നും ഉടക്കണ്ട, ചെറുതായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ തൈര് ചേർത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. ആ ഒരു മൺചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് തൈരങ്ങ് കുക്കായി കിട്ടിക്കോളെ. ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഉലുവയും ചേർത്ത് കൊടുക്കണേ. ഉലുവ ചേർത്ത് കൊടുത്താലാണ് കറക്റ്റ് നമ്മുടെ ആ ഒരു സദ്യ സ്പെഷ്യൽ കാളൻ്റെ ടേസ്റ്റ് കിട്ടുക. എന്നോട് ഈ ഒരു സമയത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉലുവ കൂടി ചേർത്താലാണ് നമുക്ക് കറക്റ്റ് കാളൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഉലുവയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് അടച്ചു വെക്കുക. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇത് വിളമ്പുന്ന സമയത്ത് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഈ ഒരു കാളൻ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിരിക്കും. എന്നാൽ നമ്മളിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് കണ്ടില്ല, ഇതുപോലെ നല്ല കറക്റ്റ് പരുവത്തിലായിട്ട് വന്നോളൂ. പിന്നെ ഇതിലും നല്ല കട്ടിയുള്ള കട്ടിക്കാളൻ, കുറുക്ക് കാളൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാളൻ ഉണ്ടാക്കും. നമ്മുടെ ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഒഴുകി പോവാത്ത തരത്തിലുള്ള, അതിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കാളനാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അധിക പേർക്കും അറിയാവുന്ന തന്നെയായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിന് സദ്യയുടെ കൂടെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.